ക്രൈംവാച്ചിൻ്റെ ഈ ലക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പട്ടാപ്പകൽ വയോധികയ്ക്ക് നേരെ അതിക്രമമുണ്ടാകുന്നു, ശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നു. അതിൽ ഉൾപ്പെട്ട 4 പ്രതികളിൽ ഒരാൾ ഇതേ ഫ്ലാറ്റിൽ തന്നെ, ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിച്ച ഒരാളാണ് എന്നുള്ളത് ഈ കേസിൻ്റെ ഗൗരവം കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ കുഴിത്തുറയിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒരാൾക്കായി അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്രീശിവ അപ്പാർട്ട്മെൻറ്റിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11:30 ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഏകദേശം ഒരു 10:45 കൂടിയാണ് എനിക്ക് താഴെ നിന്ന് അവർ ഫോൺ വിളിച്ച് പറഞ്ഞത്. ഇവിടെ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. അമ്മ ആകെ കരയണു, ഇവിടെ കള്ളം കറി, ആ രീതിയിലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടതും ഞാൻ ജോലിയിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ചാക്കയിൽ നിന്ന് ഇവിടെ എത്തണ സമയം ഒരു 10-15 മിനിറ്റോളം ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പോലീസും ഇവരൊക്കെ ഇരിക്കണം. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് ശരിക്കും കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വേറൊന്നും നോക്കിയില്ല. അമ്മേനെ ആദ്യം എന്താണ് അമ്മയ്ക്ക് പറ്റിയത്, അമ്മേനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അന്ന് നോക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെ കള്ളം വന്നു, ഇങ്ങനെ കയറി വാതിൽ തട്ടി, ID കാർഡ് ഉണ്ടായിരുന്നു, 2 പേരെ ആക്രമിച്ചു, ഉള്ളിൽ കയറി. അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ അവർ ഇവിടെയൊക്കെ മാന്തി. അമ്മ ഒച്ച ഉണ്ടാക്കുമ്പോൾ അവർ വായ പൊത്തിയിട്ട് മിണ്ടാണ്ടിരിക്കാനുള്ള രീതിയിൽ പറഞ്ഞു എന്നും ആ റൂമിലേക്ക് കൊണ്ട് കടത്തി മാല പൊട്ടിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ മാല പോയിട്ടും ഉള്ളല്ല, അമ്മയ്ക്ക് തന്നെ അത്രയും ആപത്തായിരുന്നു. ഭാഗ്യം എനിക്ക് എൻ്റെ ആകൂടി ഒരു ഇത് ദൈവങ്ങളോട് അത്രേ ഉള്ളൂ. അമ്മയ്ക്കാലും ഒന്നും ഇല്ലാക്കി കിട്ടിയാലോ. കോർപ്പറേഷനിലെ ജീവനക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ അതിക്രമിച്ച് കടന്നു കയറി ഈ റെസിഡൻസിക്ക് ഉള്ളിലേക്ക് വരുന്നത്. അത്തരത്തിൽ അങ്ങനെ കോർപ്പറേഷനിലെ ജീവനക്കാർ ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് ധരിപ്പിക്കാനായി വരാറുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇതിൽ ഗൗരവതരമായിട്ടുള്ള കാര്യം, ഇതിൽ ഒരാൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താഴത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. നിങ്ങൾ 2ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അതെ. അതായത് ID കാർഡ് ധരിച്ച് ഒരു ലേഡി ID കാർഡ് ധരിച്ച് ഒരു ഫയലും കൊണ്ടുവന്നതുകൊണ്ടാണ് അമ്മ വാതിൽ തുറക്കാൻ തന്നെ കാരണം. ഈ കയറിയ 2 പേര്, അമ്മയ്ക്ക് അത്ര ഉറപ്പാണ്, ഈ കയറിയ 2 പേര് 3 ദിവസം മുമ്പ് ഇതേമാതിരി മോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, വാതിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഇവരെ കണ്ടപ്പോൾ തുറന്നില്ല. ഇവർ തന്നെയാണ് അടുത്ത ദിവസം ഈ ലേഡി വന്ന് തട്ടി, വേറൊരു ആണും കൂടി വന്ന് തട്ടിയപ്പോൾ അമ്മ ചെറുതായിട്ട് തുറന്ന് ഓണറിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ആ കൊടുക്കുന്ന സമയത്താണ് ഇവർ ഉള്ളിൽ കയറിയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അമ്മയ്ക്ക് അത്ര ഉറപ്പായിരുന്നു. ആ ചൊവ്വാഴ്ച വന്നവർ തന്നെയാണ് ഈ 2 പേരും ഉള്ളിൽ കയറി അമ്മേനെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് പോവുകയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഡോറ് തട്ടുകയും പിന്നെ തുറക്കുമ്പോൾ പെട്ടെന്ന് കയറി കവർച്ച നടക്കുന്ന ആ ഒരു മോഡസാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ വീട്ടിലെ ആരൊക്കെ ഉണ്ട്, ഏത് സമയത്തിൽ പോയാൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് നടത്താൻ സൗകര്യമായിരിക്കും, അതെല്ലാം പ്ലാൻ ചെയ്തതാണ്. ഇവിടെ CCTV ക്യാമറ ഇല്ല എന്ന് നമ്മൾക്ക് രക്ഷയത് അമ്പലത്തിലത്തെ CCTV ക്യാമറയാണ്. അതിൽ ഈ 4 പേരും പോലീസ് ആ സമയം നോക്കി തന്നെ 4 പേരെ കാണിച്ചു കൊടുത്തു. ആ 4 പേരെ അമ്മ ചോദിച്ചപ്പോൾ അവർ തന്നെയാണെന്ന് നമ്മ ഉറപ്പ് വരുത്തി. അപ്പോൾ ഈ അമ്പലത്തിൽ തൊട്ടടുത്ത അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ CCTV ക്യാമറയിൽ നിന്നാണ്, ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിലത്തെ CCTV ക്യാമറയിൽ നിന്നാണ് കിട്ടിയത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണോ? അല്ല, ഞാൻ ഗവൺമെൻറ് സ്ഥാപനമാണ്, എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അതുകാരണമാണ് നമ്മളിവിടെ ഗവൺമെൻറ് ജോലിയല്ലേ, അതാണ് നമ്മൾ ഇവിടെ 4 വർഷമായിട്ട് ഇരിക്കണത്. നമുക്ക് അവിടെയാണെങ്കിലും നമ്മൾ എല്ലാം കൊണ്ടും നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായിട്ടില്ല. എന്തായാലും എനിക്കത്രേ ഉള്ളൂ. അമ്മയ്ക്കായാലും ഒരു കുഴപ്പമില്ലാക്കി വന്നു. തെളിവെടുപ്പിന് എത്തിച്ച സമയത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമോ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറ്റബോധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അവരങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഒരാൾ അപ്പോഴാണ് താഴത്തെ അപ്പോഴും പറയേണ്ടത് ഞാനല്ല ചെയ്തതെന്ന് ആ രീതിയിലൊക്കെ സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ അല്ല, ഈ താഴത്തെ വ്യക്തി CCTVയിൽ ഇല്ലല്ലോ, കാരണം വേറെ 4 പേരാണല്ലോ ഇത് ചെയ്തത്. ആ 4 പേരിൽ 3 പേരെയാണ് കൊണ്ടുവന്നത്. താഴത്തെ ആൾ CCTV ദൃശ്യങ്ങളിൽ ഇല്ലല്ലോ. പക്ഷേ പിന്നെയാണ് പോലീസ് പിന്നീട് അത് തെളിഞ്ഞത് ഇവരും കൂടെയും ഇടപെട്ടിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ കൂടി നമ്മൾ ഇങ്ങനെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ നെട്ടലാണ്. അത് മൊത്തം 4 പേര്, ഇപ്പോൾ ഇവരും കൂടെയും കൂട്ടി 5 എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത്ത്, രാജൻ, ഷീബ, റീന തുടങ്ങിയവരെ കുഴിത്തുറയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം K. കാർത്തിക്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ കവർച്ചയ്ക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച്
സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഈ ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോയെന്ന് ഇനിയും അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പോൾ 4 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ച പ്രതികളുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രതിക്ക് ഒരു 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് ഒരു 3 കേസുകളുണ്ട്. ഒരു സ്ത്രീയാണ്, 2 സ്ത്രീയാണ് അതിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 3 കേസുകളുണ്ട്, മർഡർ കേസ് അടക്കമുണ്ട്. ഒരു പുരുഷനായിട്ട് വന്നിട്ടുള്ള പ്രതിക്ക് 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് 2 കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അപ്പോഴും ഞെട്ടൽ വിഷ്ണുവിൻ്റെ മുഖത്ത് നിന്ന് മാറിയിട്ടില്ല. ചന്ദ്ര ശ്രീനിവാസൻ്റെ മകനാണ് വിഷ്ണു. ഈ സംഭവം അത് തിരുവനന്തപുരം നിവാസികളെ ആകെ തന്നെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ വ്യക്തമാക്കുകയാണ്. അടുത്ത കാലത്തൊന്നും തന്നെ ഉണ്ടാകാത്ത 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തു എന്നുള്ളത് മാത്രമല്ല, വയോധികയുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന തരത്തിലേക്കായിരുന്നു ഈ പ്രതികളുടെ ഒരു രീതി, പ്രതികൾ നടത്തിയ വൈകൃതവും എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയാം. പലതവണ ചന്ദ്ര ശ്രീനിവാസനെ കരണത്തടിക്കുകയും മാറി മാറി മർദ്ദിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം വിഷ്ണു പറയുകയുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.